എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആകെപ്പാടെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാജിയുടെ വിഷയം തന്നെയാണ്. ഇപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ അവർ സൈബർ സെല്ലിലൊക്കെ വിളിച്ചിട്ട് കേസ് കൊടുത്തു. അവരെ ഗർഭം എന്നൊക്കെ പറഞ്ഞിട്ട് 4 മാസം ഗർഭം അലസിപ്പിച്ച് അവർ റെസ്റ്റ് ചെയ്തു, ആരും അറിയാതെ ഒളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ആ ഒരു വിഷയത്തെ തുടർന്നിട്ട് അവർ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ നാത്തൂൻ്റെ പേരിലും റംല എന്ന് പറയുന്ന അവരുടെ പേരിലും അതുപോലെ തന്നെ അവരെ അപകീർത്തിപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം വീഡിയോ ചെയ്ത യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പേരിലാണ് അവർ കൊടുത്തത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടാണെന്ന് പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, എന്തായാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരേണ്ട ഒരു സബ്ജക്റ്റേ അല്ലായിരുന്നു ഇത്. കുടുംബ പ്രശ്നങ്ങളായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു യൂട്യൂബ് ചാനൽ, അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഒരു ആവശ്യമില്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു. പിന്നീട് അവരങ്ങ് വിഷയങ്ങളായി കത്തിപ്പടർന്നു. പിന്നെ ഒരാഴ്ചത്തേക്ക് ആളുകൾക്ക് മുഴുവനും അത് ഒരു വാർത്ത തന്നെയായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ആ ഒരു വാർത്ത എടുത്തിട്ട് വീഡിയോ ചെയ്യാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും അത് വാർത്തയാക്കി. പിന്നീടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാ പിണക്കങ്ങളും മാറി അവർ ഒന്നായി തീർന്നു. അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതും ഈ പറയുന്നത് പോലെ തന്നെ ഇത് ഒന്നായി തീരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് ഈ പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ സഹോദരങ്ങളുമായിട്ട് ഒന്നായി തീരുമായിരുന്നിരിക്കാം. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ലാത്ത സ്ഥിതിക്കും ഇവർക്ക് വേറെ മാരീഡൊക്കെ വന്ന സ്ഥിതിക്ക് അത് ഇവർ തമ്മിൽ ഒരുമിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എന്ത് തന്നെ ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു വേദിയല്ല സോഷ്യൽ മീഡിയ എന്നൊന്ന് മനസ്സിലാക്കൂ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്ത് തീരണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അത് വലിച്ചു നീട്ടി ആളുകളെ കൊണ്ട് ചിരിപ്പിച്ച് അതിന് 10 പേരറിഞ്ഞ് പല തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പ്രതികരിക്കാനായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ പലരും പറയും അത് ഞാനല്ലല്ലോ ഇങ്ങനെ ഒരു, ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നും ഞാനല്ലല്ലോ ഇത് തുടങ്ങി വെച്ചതെന്ന് തോന്നും. ഈ തുടങ്ങി വെച്ചതിന് പിന്നിലെ താങ്കൾക്കും ഒരു ചെറിയ പങ്കെങ്കിലും ഉണ്ട്. കാരണം ആ ഒരു ചാനലിൽ വന്നിട്ട്, മഴവിൽ കേരളോ, ആ ഒരു ചാനലിൽ വന്നിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അധപ്പതനത്തിന് ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ നാത്തൂമാരെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ജ്യേഷ്ഠാനുജന്മാരെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷെ ആ ജ്യേഷ്ഠാനുജന്മാരെ ആണെങ്കിൽ പോലും ഈ നാത്തുവിൻ്റെ സഹോദരനായിട്ടല്ലേ അവരെല്ലാവരും വരുന്നത്? എല്ലാവരും അവരുടെ സഹോദരങ്ങളല്ലേ, അല്ലേ? അപ്പോൾ ആ ഒരു വിരോധം അവർക്ക് നിങ്ങളോട് ചിലപ്പോൾ മാനസികമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മറ്റൊരു യൂട്യൂബർ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആവശ്യമില്ലാതെ, ശരിക്കും പറയുകയാണെങ്കിൽ ആ യൂട്യൂബറിന് ഇത് വെറും ആവശ്യമില്ലാത്തൊരു വേലയായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. അവർ എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ ഒരു വോയിസ് കോള് നേടുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതും ഒട്ടും ശരിയായ കാര്യമല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവരുടെ കുടുംബ പ്രശ്നമാണ്. ഒരു പക്ഷേ താങ്കൾ ചോദിച്ച സമയത്തിന് അവരതിന് എന്തെങ്കിലുമൊക്കെ മറുപടി തന്നിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്നെ വന്ന് പച്ചയ്ക്ക് തെറി വിളിച്ചാലും അച്ഛനെ അമ്മയെ കൂടി വിളിച്ചാലും കുഴപ്പമില്ല. ഞാനിത് എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത്. എൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ. ഈ ഒരു വിഷയത്തിൽ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പരസ്പരം പഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാതെ ഇത് വലിയൊരു വിഷയമാക്കി മാറ്റാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ ഷാജിദയും അതുപോലെ അവരുടെ നാത്തൂനും അല്ലെങ്കിൽ ഈ ഒരു 2 വീട്ടുകാരും കൂടി ചേർന്നിട്ട് ഇതിനെ ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതായിരിക്കും നല്ലത്, 2 കൂട്ടർക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ റംലയുടെ മകളെയൊക്കെ ആവശ്യമില്ലാതെ സാജിദ വലിച്ച് ഇതിനകത്തോട്ട് ഇഴച്ചു. അതൊട്ടും ശരിയായ കാര്യമല്ല. ഒന്നാമത്
ആ പെൺകുട്ടി നിങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞത് അവരുടെ അമ്മയാണ്. അമ്മ പറഞ്ഞതിന് അമ്മയെ തിരിച്ച് പറഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. അതുപോലെയല്ല വിവാഹം കഴിഞ്ഞ് താമസിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ പറ്റി ഈ സാജിദ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഉമ്മ പറഞ്ഞതിന് ബദലായിട്ട് മറുപടി കൊടുത്തതാണോ എന്നറിയില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. രണ്ടായാലും ഇവർ പറഞ്ഞ കാര്യം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരെക്കുറിച്ച് ഇത്രയും വലിയ അപവാദം റംല പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ടാണോ റംലയുടെ മകളെക്കുറിച്ച് ഷാജിദ പറഞ്ഞതെന്ന് അറിയാൻ പറ്റുന്നില്ല. നമുക്കറിയില്ല അതൊന്നും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അത് ഒരു വല്ലാത്ത പറച്ചിലായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാൽ റംല ഈ ഷാജിദയെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കും. ഒട്ടും ശരിയല്ല. അതും ഇതുപോലെ രണ്ടും തുല്യമായ തെറ്റുകൾ തന്നെയാണ്. രണ്ട് പേര് പറഞ്ഞതും ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. റംല സംസാരിച്ചപ്പോൾ ഒന്നുകിൽ അവരുടെ ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുള്ള സഹോദരൻ്റെ ചോരയല്ലേ എന്നെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു. കാരണം ആ കുഞ്ഞുങ്ങളാണ് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ളത്. തൻ്റെ ഉമ്മച്ചിക്ക് ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് അവരുടെ ബാപ്പ കൂടി ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് അവരെ തന്നെ ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു ബോധം പോലും റംലയ്ക്കില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒട്ടും ശരിയല്ല. നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവൃത്തി ശരിയല്ല. ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ അപമാനിച്ചത് ഒട്ടും ശരിയായ കാര്യമില്ല. അതുപോലെ തന്നെ സാജിദ ചെയ്തതും അതുപോലെ വലിയൊരു തെറ്റ് തന്നെയാണ്. കുറ്റം പറഞ്ഞത് സാജിദയെ തെറ്റുകാരിയാക്കിയത് ഈ പറയുന്നത് പോലെ റംലയുടെ മകളല്ല. എന്നിട്ട് പോലും താൻ റംലയുടെ മകളെ പറ്റിയിട്ട് അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. വിവാഹിതയായ പെൺകുട്ടി, അതും ചെറിയ പെൺകുട്ടിയാണ്. എന്തായാലും മനസ്സിലാക്കിയെടുത്തോളം തന്നേക്കാൾ ചെറുപ്പമാണ് ആ പെൺകുട്ടി. അപ്പോൾ എന്നിട്ടും താൻ സോഷ്യൽ മീഡിയയിൽ ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ലെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സാജിദ കേസിന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഷാജിദ എന്തടിസ്ഥാനത്തിലാണ് കേസിന് പോകുന്നത്? ഷാജിദയെ അപമാനിച്ചത് റംലയാണെങ്കിൽ അതേ അപമാനം ഷാജിദ മൂലം പിന്നെ റംലയുടെ മകൾക്ക് അനുഭവപ്പെട്ടില്ലേ? അപ്പോൾ ഈ പറയും പോലെ റംലയുടെ മകൾ കേസ് കൊടുത്താലും ഷാജിദയുടെ പേരിൽ കേസ് കൊടുത്താലും അതിനെയും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ വേണമെങ്കിൽ അവർക്കും തിരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ രണ്ട് കൂട്ടരും ചെയ്തത് ഒരേ തെറ്റ് തന്നെയാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. എന്തല്ലേ? ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നാളെ അത് നമുക്ക് നേരെ തന്നെ തിരിയും. അതൊരു ബൂമറാങ് പോലെയാണ്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ കാര്യമായാലും ശരി തന്നെ, നമ്മൾ വന്നിട്ട് പറയുന്ന ഓരോ വാക്കിനും വാല്യൂ ഉണ്ട്. അത് ഒരാളല്ല, ഒരു കൂട്ടം ആളുകളുമല്ല, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ കരുതിയിട്ട് വേണം നമ്മളൊരു കാര്യം നമ്മൾ അവതരിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വിഷയം ഇതിവിടെ കളയുക. നിങ്ങൾ എന്തുണ്ടെങ്കിലും നല്ലതായാലും കെട്ടതായാലും നിങ്ങൾ ഫാമിലിക്കാർ ഒരുമിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഈ ഒരു വിഷയം സോൾവ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ റംലയോടായാലും എനിക്ക് പറയാനുള്ളത്. അതായത് സാജിദയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ചോരയാണ് ആ 5 പൈതങ്ങൾ. സാജിദ പറയുന്നുണ്ട്, അദ്ദേഹം അതായത് നിങ്ങളുടെ സഹോദരൻ മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ ആളുകളെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കുള്ള ബാപ്പാടെ ആളുകളെന്നുള്ള രീതിയിൽ ആരും ചെന്ന് തിരക്കിയിട്ടില്ല, കാണാൻ ചെന്നിട്ടില്ല, 10 രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല. സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാം, അല്ലെങ്കിൽ അല്ലാതെ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അത് എന്ത് തന്നെയോ ആവട്ടെ, എത്രയാണെങ്കിലും നിങ്ങളുടെ ചോരയാണ് ആ കുഞ്ഞുങ്ങളെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് പറയാനുള്ളത്. നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ തല താഴ്ത്തപ്പെടുന്നത് ആ കുഞ്ഞുങ്ങളുടേതാണ്. കാരണം അവർ പഠിക്കാൻ പോണ കുട്ടികളാണ്. അവരുടെ ഉമ്മയെപ്പറ്റി നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതും സോഷ്യൽ മീഡിയയിൽ വഴി നിങ്ങൾ ആരിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അറിയിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ആ കൊച്ചുങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുടെ മേലെ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ.
അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഈ രണ്ട് കൂട്ടരോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു ധാരണയിലെത്തുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ കളി നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക. ഫാമിലി കാര്യങ്ങൾ പരമാവധി ആരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതിരിക്കുക. വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തീരേണ്ട കാര്യങ്ങൾ അത് അവിടെ തന്നെ തീർത്ത് കളയുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഈ ഒരു വാക്കിനെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് കേൾക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. അതേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എവിടെ നോക്കിയാലും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ സാജിദയുടെ ഈ ഒരു കേസാണ് നടക്കുന്നത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതേക്കുറിച്ച് വന്നൊരു വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും എല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വേണ്ട രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.